ഹായ് കുട്ടികളെ, എല്ലാ മക്കൾക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പാഠം ഭാഗം 1 ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെന്റിൽ ഉന്നയിച്ചത്? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84 വരുന്നതാണ് ഈ ഒരു ചോദ്യം. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക. നിങ്ങളുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ആരാണ്? ഗ്രാമസഭ, അതായത് അല്ലെങ്കിൽ വാർഡ് സഭയാണ് ഉത്തരം. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. നിങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേര് ഉൾപ്പെടുത്തി ID കാർഡ് തയ്യാറാക്കൂ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അപ്പൊ നമ്മൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ രീതിയിൽ തയ്യാറാക്കുക. അതിൽ പേര് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ ചേർക്കണം. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിന്റെ ഭൂപടം ശ്രദ്ധിച്ചുവല്ലോ. യൂറോപ്പിന്റെ രൂപരേഖയിൽ A എന്നും B എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതൂ. A എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏതൻസ് അഥവാ ഗ്രീസ്, B എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ട്. അടുത്തത് ഏതൻസിലും ഇംഗ്ലണ്ടിലും ജനാധിപത്യം ഉത്ഭവിച്ചതുമായി ബന്ധപ്പെട്ട് കുറിപ്പ് തയ്യാറാക്കുക. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ചോദ്യം: എന്തൊക്കെയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളിൽ ചർച്ച ചെയ്യുന്നത്? ഉത്തരം: ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. അടുത്ത ചോദ്യം: ഗ്രാമസഭയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തൂ എന്നാണ്. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം: നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. നിയമസഭാ പ്രതിനിധി MLA എന്നാണ് അവർ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി MLA ആരാണ്? അപ്പൊ അത് നിങ്ങളുടെ നിയമസഭ ഏതാണോ അത് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി MLA ആരാണ്, ആ ഒരു പേര് ഇവിടെ എഴുതി കൊടുക്കുക. ചോദ്യം നോക്കൂ: എന്താണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം? ഉത്തരം: ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മളോട് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നു. പരോക്ഷ ജനാധിപത്യത്തിൽ നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരൻ നേരിട്ട് ഇടപെടുന്നില്ല. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ കൂടുതൽ സുതാര്യം ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പരോക്ഷ ജനാധിപത്യത്തിൽ നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ പ്രായോഗികം. ഇതുപോലെ പട്ടികപ്പെടുത്തിയിട്ട് എഴുതുക.
ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? കുറച്ച് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. എന്താണ് ആ തലക്കെട്ട്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. മുകളിൽ കൊടുത്തിട്ടുള്ള തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. കൂടുതൽ ജനാധിപത്യ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കൂ. അതെങ്ങനെ എഴുതേണ്ടത്? പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ, പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് ആദ്യം പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വേ, ന്യൂസിലാൻഡ്, ലിച്ചൻസ്റ്റൈൻ. പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ. ഇങ്ങനെ രണ്ടെണ്ണായിട്ട് രണ്ട് പട്ടികപ്പെടുത്തിയിട്ട് എഴുതാം. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെയാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തത്? അതിന്റെ ഉത്തരം എന്താണ്? ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സാണ്. 18 വയസ്സിൽ കുറഞ്ഞവർക്ക് എന്താണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കില്ല അല്ലെ. ഉത്തരം, ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സാണ്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? ഉത്തരം, യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അടുത്തത് എന്താണ്? സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ നൽകിയിരിക്കുന്നത്? പട്ടികപ്പെടുത്തൂ. പേജ് നമ്പർ 91 ഇത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. എങ്ങനെയാണ് പട്ടികപ്പെടുത്തേണ്ടത്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, സ്കൂൾ പാർലമെന്റ് ആദ്യ യോഗം. ഇതൊക്കെയാണ് നോട്ടീസ് ബോർഡിൽ ഉണ്ടാവുക. ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഉത്തരം, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഉത്തരം, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. അടുത്ത ചോദ്യം, ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് എപ്പോഴാണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത് എപ്പോഴാണ്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഇനി ജനാധിപത്യം പൊതു ഇടങ്ങളിൽ പാലിക്കപ്പെടുന്നതിന് ചില ഉദാഹരണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക. അപ്പൊ ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എഴുതാട്ടോ. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവരും അത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.